എനിക്കറിയാവുന്ന ഒരു മലയാളത്തിലെ ഒരു നടൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ട് മിസ്യൂസ് ചെയ്തിട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് പത്രമാധ്യമങ്ങൾ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം വിസ്മയ കേസില്ലേ, അതിനകത്ത് 9ാമത്തെ സാക്ഷിയായിട്ട് ഞാനായിരുന്നു കോടതിയിലുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ അതിന് പുറകെ പോലും കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഒരു പെൺകുട്ടി വിളിച്ചു. രാത്രി 2:30-3 മണിക്ക് സമയത്താണ്, ഞങ്ങളുടെ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അതൊന്ന് അദ്ദേഹത്തോട് പെട്ടെന്ന് വരാൻ പറ്റുമോ, എത്ര പൈസ വേണം തരാം. എനിക്കത് ഭയങ്കര ജീവിതത്തിൽ ഇന്നും മറക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകുന്നൊരു കാര്യം. എനിക്ക് എൻ്റെ അമ്മ മരിച്ചു പോയതാണ്, എൻ്റെ മകൾ മരിച്ചു പോയതാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് അവസാനമായിട്ട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. ചിന്തകൾ വായിക്കുന്നത് പോലെ അയാളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇലൂഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെൻ്റെ സ്കില്ലാണ്, എൻ്റെ പെർഫോമൻസ് സ്കില്ലാണ്. വായിച്ച് എനിക്ക് കാമുകിക്ക് വേറെ ആരെങ്കിലുമായിട്ട് ഇഷ്ടമുണ്ടോ, എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന് ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ ഓർത്തിട്ടാണ് ഇതിനകത്തോട്ട് വരുന്നത്. ഈ ആളെ പല ദിവസങ്ങളായി ട്രാൻസിലാക്കി ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, ട്രിഗർ ചെയ്യണം, ജോൺ എഫ് കെന്നഡി എവിടെ വെച്ച് കണ്ടാലും ഷൂട്ട് ചെയ്യണം എന്നുള്ള സാധനം സജഷനായിട്ട് കൊടുത്തിട്ടാണ് ചെയ്തത് എന്നൊരു റിപ്പോർട്ട്. ലൈഫ് ലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിരിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരാളുടെ മുന്നിലാണ്. മെൻ്റലിസം എന്ന കലയെ കേരളത്തിന് പരിചയപ്പെടുത്തിയ നിബിൻ നിരവത്ത്. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു ആശങ്ക ഇല്ലാതില്ല. മുന്നിലിരിക്കുന്ന ആളുടെ എല്ലാം വായിച്ചെടുക്കുന്ന ഒരു ആൾ തന്നെയാണോ താങ്കൾ? അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആക്ച്വലി നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റേജിൽ അങ്ങനത്തെ ഒരു ഇലൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മനസ്സ് വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇനി മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ പ്രവചിക്കുന്ന രീതിയിലൊക്കെയുള്ള ആളുകളെ എൻഗേജ് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ആർട്ടാണ് ശരിക്കും മെൻ്റലിസം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും റിയൽ ലൈഫിൽ ഇവരെല്ലാം അവരുടെ മനസ്സിരിക്കുന്ന എല്ലാം വിളിച്ചു പറയാൻ പോവാണ്, ഇനി എൻ്റെ രഹസ്യങ്ങളൊന്നും അയാളുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. അത് കാരണം അതതിൻ്റെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കൃത്യമായ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റേജിൽ അത് ഷോ ഓഫിൽ അവതരിപ്പിക്കുന്ന ഒരു കലയാകുമ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നാം. ഏറ്റവും ആദ്യം മെൻ്റലിസം എന്നൊരു കല നമുക്കുണ്ട് എന്ന് പരിചയപ്പെടുത്തിയ ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മെൻ്റലിസം എന്ന ഒരു ഫീൽഡിലേക്ക് കടക്കാനുണ്ടായ ഒരു പ്രചോദനമൊക്കെ? ഞാൻ മാജിക്കുകളായിരുന്നു ചെറുപ്പത്തിൽ കാണുകയും അത് പഠിക്കാനും ഒക്കെ ശ്രമിച്ചത്. അത് ചെയ്ത് വന്ന ഈ സമയത്ത് ഒരു ബേസിലാണ് ഇത് നോർമൽ ഈസ് ബോറിങ്. അതായത് സാധാരണ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുതുമയുണ്ടെങ്കിൽ മാത്രമാണ് അതിനകത്ത്. അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ മാജിക്കുകളൊക്കെ ചാനലിൽ വരണം, പത്രങ്ങളിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു കാലമുണ്ട്. അന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സമയമല്ല. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. അപ്പം സംതിങ് ഡിഫറെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കണം, ലോകത്ത് നടക്കുന്ന അപ്ഡേറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ മനസ്സിലാക്കുന്നതിനിടയിലാണ് ഈ മെൻ്റലിസം, ഹിപ്നോസിസ് പോലെയുള്ള സാധനങ്ങളുടെ സ്റ്റേജ് തിയേറ്ററിക്കൽ ഷോകളെക്കുറിച്ചിട്ടൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത്. ഈ ഹിപ്നോസിസവും ഇതൊക്കെ എല്ലാം പണ്ട് മുതലേ ഉള്ളതാണ്, വർഷങ്ങളായി ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. മെൻ്റലിസവും ഒക്കെ ഉള്ളതാണ്. പക്ഷേ അതൊന്നും ഇന്ത്യയിൽ അങ്ങനെ പ്രചാരമായിട്ടോ ഇത് മാത്രമായി ഒരു ഷോ ചെയ്യുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 24 വർഷത്തിന് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ നമ്മുടെ കേരളത്തിലില്ല. ഞാനത് അവതരിപ്പിക്കുമ്പോൾ ഇതിനുള്ള അക്സെപ്റ്റൻസ് പോലും നമ്മളിപ്പോൾ കാണുന്ന രീതിയിലല്ല. കാരണം ഇന്ത്യ കൂടുതലും ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു രാജ്യമാണ്. ഇതിനെയും എന്നെ ഇപ്പോൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞില്ലേ, എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എന്തോ എല്ലാം പിടിച്ചുകൊണ്ട് പോവോ, സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിനെക്കാട്ടിൽ ഭീകരമായിട്ടായിരുന്നു ഈ 24 വർഷം മുമ്പ് ഞാനിത് അവതരിപ്പിച്ച് തുടങ്ങുമ്പോൾ പോലും ആൾക്കാർ എൻ്റെ പെർഫോമൻസും ട്രിക്കുകളും കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ എടുത്ത സമയം ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ മെൻ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പേടിക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള ഈ സംഭവം അല്ലെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു സംഭവം ഒക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊരു ആകാംക്ഷ എപ്പോഴും ഞങ്ങൾ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ട്രിക്കുകൾ? ഞാൻ ഇതൊക്കെ നമുക്ക് അവതരിപ്പിക്കാം, കുറച്ച് 1-2 ട്രിക്കുകളൊക്കെ ഞാൻ പെർഫോം ചെയ്ത് കാണിക്കാം. ആക്ച്വലി ഹൗ ടു ഫൂൾ യുവർ ബ്രെയിൻ, അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതെങ്ങനെ ഹൗ ടു ഫൂൾ യുവർ ബ്രെയിൻ, അത് നമ്മളുടെ ചിന്തകളെ, നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിനെ ഒരു ഫിൽറ്റർ ഇട്ട് മറച്ച് അവിടെ ഉണ്ടെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്നും ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്നും തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കലയാണത്. ഇപ്പോൾ പറഞ്ഞ് ഭയങ്കര കൺഫ്യൂസ്ഡായി അല്ലേ പറഞ്ഞു. ഈ കൺഫ്യൂഷൻ തന്നെയാണ് നമ്മൾ സ്റ്റേജിലും പെർഫോം ചെയ്യുന്ന സമയത്തും ഒക്കെ ഉപയോഗിക്കുന്നത്. കുറേ സൈക്കോളജിക്കൽ എലമെൻറ്റുകൾ, സൈക്കോളജിസ്റ്റ് നല്ല കേട്ടോ അതിനർത്ഥം, സൈക്കോളജിക്കൽ എലമെൻറ്റുകൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് പ്യൂർലി ഒരു മാജിക്കൽ ആർട്ട് ഫോമാണിത്. കുറേ സ്ലൈറ്റ് ഓഫ് ഹാൻഡ്സ്, മിസ്ഡയറക്ഷൻ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു
അത്ഭുതത്തിൻ്റെ ലോകം സൃഷ്ടിക്കുന്ന കലാകാരനാണ് മെൻ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സ് വായിക്കുന്ന ആളൊന്നുമല്ല, അത് അതിനകത്ത് ഒരു ചെറിയ ട്രിക്ക് മാത്രമാണ്, അല്ലാതെ ദൂരെ അനന്തമായ സാധനങ്ങൾ കിടക്കുന്ന അറിയും. ആളുകൾക്ക് ഇപ്പം മനസ്സിരിക്കുന്ന കാര്യം പറഞ്ഞു എന്ന് പറയുന്നതിനെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കിട്ടുന്നത്. അതൊക്കെ നമ്മുടെ ഇവിടെ മാത്രമാണ് അത് അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ട് കാണുന്നത്. ഇത് മാത്രമൊന്നും, അത് അതിൻ്റെ ഒരു വാല കെട്ടുന്ന ഒരു കുഞ്ഞ് ഐറ്റം മാത്രമാണ്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ഷോ ഫുള്ളായിട്ട് കാണാൻ പറ്റുമ്പോഴാണ് ഇതിങ്ങനൊരു ലോകമാണ്. ഇപ്പം എൻ്റെ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഒരു കേസ് അന്വേഷണത്തിൻ്റെ റീ ഓപ്പണിംഗ് ആണ്. അപ്പം അതിനകത്തെ കേസിലെ കഥാപാത്രങ്ങളും കേസിൻ്റെ ആളുകളും ഒക്കെ അവിടെ ഇരിക്കുന്ന ഓഡിയൻസായി മാറുന്നു. പക്ഷെ 120 വർഷം 130 വർഷം മുമ്പ് നടന്നൊരു കേസാണ് റീ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈവിലിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ആകുകയും അന്ന് നടന്നതുമായിട്ട് സാദൃശ്യമുണ്ടാകുകയും ചെയ്യുന്ന രീതിയിൽ വന്ന് ഷോ ക്ലൈമാക്സിൽ വന്ന് എൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ്ലി പോകും. ആ ഷോയുടെ പേരാണ് ക്രിപ്റ്റിക് എന്ന് പറയും. ഇത് നമ്മളായിട്ട് മാസങ്ങളും വർഷങ്ങളും എടുത്തിരുന്ന് ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിനകത്ത് അത്ഭുതങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യാണ്, മിസ്റ്ററികൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. എനിക്ക് കൂടുതൽ മിസ്റ്ററി ലെവലിലുള്ള സാധനങ്ങളും അങ്ങനത്തെ കഥകളും അങ്ങനത്തെ സംഭവങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ ജോണറിൽ ഇതേ സാധനം തന്നെ കോമഡി ആയിട്ട് ചെയ്യാൻ കേട്ടോ. സ്റ്റാൻഡേർഡ് കോമഡിയൻസ് ചെയ്യുന്നത് പോലെ അതിനോടൊപ്പം ഈ ട്രിക്കുകളെ കോമഡി ആയിട്ട് അവതരിപ്പിക്കും. അപ്പം ഞാൻ മിസ്റ്ററി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ജോണറിലൂടെ ഈ സാധനത്തെ കൊണ്ടുപോയി വലിയ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മ്യൂസിക്കൊക്കെ ലൈവ് മ്യൂസിക്കൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഈ സാധനം ചെയ്ത് അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഈ അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ അതിന് പുറകെ പോകരുത്. എന്നറിയോ, ഇനി ഇതെങ്ങനെ ആയിരിക്കും അയാൾ ചെയ്തത്, അയ്യോ ഇനി നമ്മുടെ വീട്ടിൽ ഇപ്പം ഇങ്ങനെ ഈ ഷോ ഒക്കെ കണ്ടിട്ട് എന്നെ ചിലപ്പോൾ രാത്രി കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഒരു പെൺകുട്ടി വിളിച്ചു. രാത്രി 2:30-3 മണിക്ക് സമയത്താണ്. അപ്പോൾ വൈഫാണ് ഫോൺ എടുക്കുന്നത്. ഒന്ന് പെട്ടെന്ന് നിബിൻ സാറിൻ്റെ കൊടുക്കുമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ വീട്ടിൽ പ്രേതബാധ ഉണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അതൊന്ന് അദ്ദേഹത്തോട് പെട്ടെന്ന് വരാൻ പറ്റുമോ, എത്ര പൈസ വേണമെങ്കിലും തരാം, വണ്ടി വിടാം, ഒന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കണം. അപ്പോൾ എൻ്റെ ഷോ കണ്ട ആളാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിനെ നമ്മളൊരു ഹൊറർ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതുപോലെയല്ലേ തോന്നുന്നത്. അത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിത് എഴുതി കാണിക്കാൻ പറ്റില്ലെങ്കിൽ വാവുകൊണ്ട് വെർബലി പറയാനേ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു അത്ഭുതം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ സിദ്ധി ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ സ്റ്റേജിൽ കഥാപാത്രമായി മാറുന്നതാണ്, അല്ലാതെ വേറൊന്നും ഇല്ല ഇതിനകത്ത്. ഇപ്പം നമ്മൾ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു വരയ്ക്കുന്ന ഒരാൾ, എഴുത്തുകാരൻ, അങ്ങനെ പല പല കഴിവുകളുള്ള മനുഷ്യരുണ്ട്. പക്ഷേ ഈ മെൻ്റലിസം എന്ന് പറയുന്ന കല, അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അതിലൊരാളാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഇതിലേക്ക് എത്തപ്പെടുന്നത്? എങ്ങനെയാണ് ആ കൗതുകം മനസ്സിൽ തോന്നി? എനിക്കിപ്പോൾ ഒരാളുടെ മനസ്സിൽ അല്ലെങ്കിൽ അയാളുടെ ചിന്ത വായിക്കാൻ പറ്റും എന്നൊരു തോന്നൽ എവിടെ നിന്നാണ് ഉണ്ടായത്? അങ്ങനെ ചിന്തകൾ വായിക്കാമെന്നുള്ള തോന്നലല്ല, ചിന്തകൾ വായിക്കുന്നത് പോലെ അയാളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇലൂഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെൻ്റെ സ്കില്ലാണ്, എൻ്റെ പെർഫോമൻസ് സ്കില്ലാണ്. അതിന് കുറേ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഹൗ ടു റീഡ് യുവർ മൈൻഡ്, അല്ലെങ്കിൽ ഹൗ ടു എങ്ങനെ ഒരാളെ അത്ഭുതപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നിടത്താണ് എനിക്ക് അതിനോടുള്ള ക്യൂരിയോസിറ്റിയും അത് പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടാകും. താങ്കളുടെ ചെറുപ്പകാലത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഫാദറിൻ്റെ കൂടെ മാജിക്ക് കാണാൻ പോയിട്ട് വന്ന ആ ഒരു കുട്ടിയാണ് പിന്നീട് നിബിൻ നിരവത്ത് എന്ന് പറയുന്ന ഒരു മെൻ്റലിസ്റ്റായി മാറിയതെന്ന്. ആ ഒരു യാത്ര എങ്ങനെയായി? അത് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് പപ്പ വീട്ടിലൊരു മാജിക് ഷോയുടെ ടിക്കറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ആകെ വീട്ടിൽ റേഡിയോ മാത്രമാണുള്ളത്. നമ്മൾ ഈ ടെലിവിഷനൊന്നും അത്ര പ്രചാരമില്ല. ഞങ്ങളുടെ നാട്ടിലാണ്ട് ഒരു വീട്ടിലും കണ്ട TV ഉള്ളത്. അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ സിനിമ കാണാൻ പോയിരിക്കുന്നതല്ല, ദൂരദർശൻ കാണാൻ പോയിരിക്കുന്നതല്ലാതെ വേറെ ഒരു സംഭവം ഉള്ളൊരു കാലഘട്ടമല്ല. അപ്പം അറിയാമല്ലോ, മാജിക് എന്ന് പറയുന്ന സാധനം കേൾക്കാനുള്ള ഒരു സാധ്യതയില്ലാത്തൊരു സാധാരണ മലയോര ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും കാണാനോ അല്ലെങ്കിൽ നമുക്കത് അറിയാനോ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ മാജിക് ഷോ എന്താണെന്ന് അറിയത്തില്ല. അപ്പൻ എന്നെ കൊണ്ട് പോയതാണ്. അപ്പം മുണ്ടക്കയം, കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്താണ്. അപ്പോൾ അവിടെ ഒരു YMC ഹാളിനകത്ത് പ്രൊഫസർ PM മിത്ര എന്ന് പറയുന്ന മജീഷ്യൻ, ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു മജീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോ കാണാനായിട്ട് ഞാൻ പോയിരിക്കും. അപ്പോൾ തൊപ്പിയും കോട്ടും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോട്ടൊക്കെ ഇട്ട ഒരാളെ തൊപ്പിയൊക്കെ വെച്ച് കാണുന്നത്. ഈ പത്രത്തിൻ്റെ പുറകിൽ മാൻഡ്രേക്കിൻ്റെ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് മാൻഡ്രേക്ക് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ മാൻഡ്രേക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അദ്ദേഹം അവിടെ ഒന്ന് കാണിക്കുന്ന അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാര്യം അന്തരീക്ഷത്തിൽ പെൺകുട്ടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക, കഴുത്ത് 2ആയിട്ട് മുറിക്കുക, തൊപ്പിയിൽ നിന്ന് മുയൽ വരിക, പൂക്കൾ വരിക. ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചുള്ള എന്നെ സംബന്ധിച്ചുള്ള എനിക്കത് ഭയങ്കര കൗതുകമാണ്. എനിക്കിതുപോലെ ആവണം എന്നൊരൊറ്റ ചിന്തയാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു സിനിമയൊക്കെ കണ്ടിട്ട്, ഇപ്പം നരസിംഹമൊക്കെ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം മുതൽ ചില ഒരു മീശ പിരിയോ അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തൊക്കെ ഉണ്ടാവുമല്ലോ. ഇത്രയും എൻ്റെ അപ്പനും അമ്മയും ചിന്തിച്ചിട്ടുള്ളൂ. കാര്യം ഇത് കണ്ട് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ അത് മാറും. പക്ഷെ അത് മാറിയില്ല. ഇന്നും ആ ക്യൂരിയോസിറ്റിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം പിന്നെ ഞാൻ ഇത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. അപ്പം ഇത് പഠിക്കാനൊരു സ്ഥലമില്ല. ചിത്രരചന പഠിക്കാൻ സ്ഥലമുണ്ട്, സംഗീതം പഠിക്കാൻ സ്ഥലമുണ്ട്, കരാട്ടെ, കുംഫു അങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കാൻ സ്ഥലമുണ്ട്. ഇതൊന്നും പഠിക്കാനുള്ള സ്ഥലമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് ആകെയുള്ളത് ഈ ബാലരമയും പൂമ്പാറ്റയും പോലെയുള്ള ഇതിനകത്ത് കുഞ്ഞു ട്രിക്കുകൾ, കോയിൻ വെച്ചിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടൊക്കെ, ഇതെല്ലാം ഇരുന്ന് വായിച്ച് അമ്മയോടും പപ്പയോടും ഒക്കെ ചോദിച്ച് വായിപ്പിച്ചും
ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റിയോടൊക്കെ ചോദിച്ചിട്ട് വായിച്ചിട്ട് അതിൻ്റെ ട്രിക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പിള്ളേരുടെ അടുക്കൽ അവതരിപ്പിക്കും. അപ്പോൾ പിള്ളേർക്ക് അടിച്ച് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഈ സാഹിത്യ സമാജം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സ്കൂൾ സാഹിത്യ സമാജം എല്ലാ സെക്കൻഡ് വ്യാഴാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചയാണ് സെക്കൻഡ് വ്യാഴാഴ്ചകളിൽ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്തെങ്കിലും പെർഫോമൻസ് അവതരിപ്പിച്ചിരിക്കണം. 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുത്ത് ഞാൻ മാജിക് കാണിക്കാൻ പോവാണ്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു നമുക്കത് ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ എനിക്ക് സാറിന് ഹെഡ് മാസ്റ്ററിനെ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. ഞാൻ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് പോയി സാറിനോട് പറഞ്ഞു മാജിക് കുട്ടികൾ മാജിക് ഒന്നും ചെയ്യേണ്ട, കാരണം കുട്ടികൾ ചെയ്യേണ്ട സാധനമൊന്നുമല്ല, എന്തെങ്കിലും പത്ര ഹെഡിങ്ങുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും കഥ കവിത ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ ടെക്നിക്കും കാര്യങ്ങളെല്ലാം ഇത് കാണിക്കണമെന്നാണ്. ഇത് തന്നെ പുള്ളി ഇങ്ങനെ പറയുന്നത്. എനിക്ക് ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ടീച്ചറിനെ ആദ്യം ഒന്ന് കാണിക്കാം, ടീച്ചർ എങ്ങനെയും ഒന്ന് പറഞ്ഞ് എനിക്കൊരു അവസരം എന്താ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ എനിക്ക് പെർമിഷൻ മേടിച്ച് തരികയാണ്. അങ്ങനെ ഞാൻ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കുറേ അധികം കയ്യടികളും കാര്യങ്ങളും ഒക്കെ കിട്ടിയെങ്കിലും കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇതിൻ്റെ പരിപാടി ഞങ്ങൾക്ക് ഈ ബാലരമ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്നുണ്ട്, ഇതിനകത്ത് ടെക്നിക്ക് ഇന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആദ്യം ഫെയിലിയർ അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വെച്ചാൽ നാളെ അടുത്ത ലക്കം വരുമ്പോൾ ഇവൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് ഇത് കീറിക്കളയണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കുട്ടിത്ത ചിന്ത. അവിടുന്ന് ഇങ്ങനെ പല അമ്പലങ്ങളിലും പള്ളിപ്പെരുന്നാളുകളിലും ഒക്കെ നടക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ പോയി കാണും. കണ്ട് അതിനകത്തുനിന്ന് എനിക്ക് എൻ്റേതായ ചില വിഷൻസും ഐഡിയകളും ഉണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ കുത്തിയിരുന്ന് സമയം പോലെയൊക്കെ ഇരുന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അത് അവതരിപ്പിക്കും. കുറേ അപ്രീസിയേഷൻ ലെറ്റേഴ്സൊക്കെ എനിക്ക് അവിടെ നിന്നൊക്കെ പള്ളികളിൽ നിന്നും വായനശാലകളിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം അതെൻ്റെ പ്രചോദനമാണ്. നമ്മളെ പണ്ട് നമ്മളെ ഒരുപാട് ആൾക്കാരിങ്ങനെ സഹായിച്ചത് കൊണ്ട് നമുക്ക് ഇൻസ്പിറേഷൻ തന്നതുകൊണ്ട് ഞാനിങ്ങനെ പതിയെ കയറി വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. ഒരു ദിവസം പത്രത്തിൽ കാണുന്നു എൻ്റെ അതേ പ്രായത്തിലുള്ളൊരു പയ്യൻ മാജിക്കിൽ തിളങ്ങുന്നു എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ആർട്ടിക്കിൾ. അപ്പോൾ ഇതുപോലൊരു പടം എൻ്റെ കൂടെ വരണം എന്നൊരു ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടാകും. അപ്പം ഞാൻ വീട്ടിൽ ഇത് പറയാൻ പറ്റില്ല, കാരണം എന്നെ ഓടിക്കും. കാര്യം ഞാൻ പഠിക്കാൻ സ്കൂളിൽ വിടുന്നത് എനിക്ക് പത്രത്തിൽ പടം വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഈ ബഷീർ ഖാൻ എന്ന് പറഞ്ഞ ആളാണ് വീട്ടിൽ പത്രം ഇടുന്നത്. അപ്പം പുള്ളി 5:45 പത്രം കൊണ്ടിട്ടിട്ട് സൈക്കിളെ പറന്നു പോകും. അപ്പം ഞാൻ അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തിന് പറഞ്ഞു, ബഷീർ ഖാൻ എൻ്റെ കുറേ പാട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇതൊന്ന് പത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എൻ്റെ അവിടെ ഈ ചരമക്കോളത്തിലൊക്കെ പടം ഇടാനായിട്ട് ഇവിടുന്ന് ഫോട്ടോ തരുന്ന അല്ലാതെ നമ്മൾ ഏജൻറ്റാണ്, നമുക്ക് അങ്ങനെ ഒന്നും ഇടാനായിട്ടൊന്നും പറ്റില്ല, അതൊക്കെ അങ്ങ് കോട്ടയത്തൊക്കെ ചെല്ലണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ പ്രതീക്ഷ പോയി. പിന്നെ ഇത് ആരോട് ചോദിക്കാൻ, ടീച്ചർമാരോട് ചോദിക്കാൻ പറ്റില്ല. എൻ്റെ നാടെന്ന് പറഞ്ഞൊരു മലയോര ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ സാധാരണ എല്ലാവരും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരോട് വന്നിട്ട് എൻ്റെ പത്രത്തിൽ പടം ഇടണമെന്ന്. ഞാൻ ആകെ പത്രത്തിൽ വരുന്നത് ഒരു മരിച്ച സമയത്ത് മാത്രമാണ് പടം വരുന്നത്. ഇനി വല്ല സ്കൂളിലൊക്കെ വലിയ എന്തെങ്കിലുമൊക്കെ വിന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വല്ല MLA MP ഒക്കെ വന്നാൽ മാത്രമാണ് പടം വരിക, അല്ലാതെ ഇതൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ പ്രതീക്ഷ ഉള്ളിൽ കിടക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഭയങ്കര തീവ്ര ആഗ്രഹമാണ് പത്രത്തിൽ പടം വരണം. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ പുതിയ കൂട്ടുകാരെ കിട്ടി. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആരെങ്കിലും കിട്ടിയിട്ട് പത്രത്തിലൊരു പടം ഇടണം എന്നുള്ളതാണ്. കാരണം സിറ്റി ഞങ്ങളെ സംബന്ധിച്ചാലും കാഞ്ഞിരപ്പള്ളി വലിയൊരു സിറ്റിയാണ്. കാരണം ഈ ഏന്തയാർ എന്നൊക്കെ പറയുന്ന സ്ഥലത്തു നിന്ന് അവിടേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചി വരുന്ന പോലെ ഒരു തോട്ടായിരുന്നു അന്നത്തെ തോട്ട്. അപ്പോൾ അവിടെ വന്നു കുറേ കൂട്ടുകാർ. അപ്പോൾ അവിടെ പറഞ്ഞൊരു ലോക്കൽ പത്രമുണ്ട് ഇവിടെ, ആ പത്രത്തിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതിൻ്റെ സുഹൃത്ത് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഡയറിക്കകത്ത് കുറേ അപ്രീസിയേഷൻ ലെറ്റേഴ്സും എൻ്റെ കുറേ ഫോട്ടോസും ചില നോട്ടീസിലൊക്കെ എന്നെക്കുറിച്ചിട്ട് ബാലതാരം, മാസ്റ്റർ നിപിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയ സാധനങ്ങളൊക്കെ ഇതെല്ലാം കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ പുള്ളിയുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് പുള്ളി അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ലോകത്ത് കുറേ മാജിക്കാർ ഇങ്ങനെ മാജിക് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇതെല്ലാം പത്രത്തിലിടണം എന്ന് പറഞ്ഞാൽ പത്രത്തിന് ഇതൊന്നുമല്ല. അല്ല റേപ്പ്, കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കലാപങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് സെൻസേഷൻ. അല്ലാതെ ഇതൊന്നും എന്നെ മുമ്പിലോട്ട് ഇടും, ഇത് പൊട്ടത്തരം കാണിക്കാനുള്ള സ്ഥലമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ അങ്ങ് വരട്ടി എന്നെ ഗെറ്റൗട്ട് അടിച്ചു. എനിക്കത് ഭയങ്കര ജീവിതത്തിൽ ഇന്നും മറക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഞാൻ ഇത്രയും വർഷമായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ ഒരു പടം ഒന്ന് പത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് വരണം എന്നുള്ളത്. അത് എൻ്റെ വിവരമില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ എൻ്റെ ആഗ്രഹത്തിൻ്റെ ഇതായിരിക്കാം, എൻ്റെ കുട്ടിത്വവും നിഷ്കളങ്കവുമായിട്ടുള്ളൊരു തോട്ടായിരിക്കാം. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം അതിങ്ങനെ എറിഞ്ഞ് കളയും. ഇന്നവരാരും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇൻസൾട്ടും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഇൻസൾട്ട് ഞാൻ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ഈ പുരുഷൻ എന്ന് പറയുന്ന ഈഗോ ഉണ്ടല്ലോ, പ്രീ ഡിഗ്രിയൊക്കെ ആയി. അപ്പം ഈ പുറത്ത് കരഞ്ഞ് കാണിക്കാൻ പറ്റില്ലല്ലോ. ഈ സ്ത്രീകളുടെ കുത്തകയായിരുന്നല്ലോ ഒരു കാലത്ത് കരയുക എന്ന് പറഞ്ഞാൽ, ഇന്നങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞ് ഓടിക്കുക തന്നെ. അപ്പം ഈ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് വണ്ടിയിൽ വീട്ടിലെത്തി. അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാൻ പഠിക്കുക, വലിയ മാർക്ക് മേടിക്കുക എന്നുള്ളതല്ല എൻ്റെ സ്വപ്നം. എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആകുക, പത്രത്തിലൊരു പടം വരിക എന്നുള്ളതായിരുന്നു അതുവരെയുള്ള. പത്രത്തിൽ വന്നതിന് ശേഷത്തെ കാര്യം പിന്നെയാണ്. ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചില്ല. അങ്ങനെ ഞാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ എല്ലാവരും പള്ളിയിൽ പോയി. ഈ പള്ളിയിൽ പോയപ്പോൾ ഞാൻ പോവാതെ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു 9 മണിയോടുകൂടി എൻ്റെ ഈ ജോയിൻറ്റുകൾക്കൊക്കെ ഭയങ്കര പെയിനായിട്ട് തുടങ്ങി. അതൊരു 11 മണി 12 മണി ആയപ്പോഴത്തേനും കംപ്ലീറ്റ് അതിന് മൂക്കലിപ്പോൾ ഒരു ഈച്ച വന്നിരുന്നു വെച്ചാൽ, കൊതുക് വന്നിരുന്നു വെച്ചോ. അപ്പം നമുക്ക് ഇങ്ങനെ വന്നിട്ട് അടിക്കാമല്ലേ. ഇതൊരു 10 സെക്കൻഡ് എടുക്കുക എൻ്റെ ഈ കൈ ഇവിടുന്ന് അവിടെ വരെ പോകണം, അത്രത്തോളം പെയിനായി മാറി. എനിക്ക് ഇങ്ങനെ തിരിയാൻ പറ്റില്ല, കണ്ണൊക്കെ അടയ്ക്കാം,
പക്ഷേ എൻ്റെ വിരലുകൾ പോലും അനക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ലോക്കായിക്കൊണ്ടിരിക്കുക. ഒരു 3 മണിയോടുകൂടി ഞാൻ കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോയിൻസ് എനിക്ക് അനക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വന്നു. അത് ഹെവി പെയിനുമായി. അങ്ങനെ വീട്ടുകാരെല്ലാം പിടിച്ചിട്ട് ഒരു ജീപ്പെ കയറ്റി കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോകണം. അവിടെ ഡോക്ടർ ശർമ്മ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം പ്രൈവറ്റായിട്ട് നോക്കുന്ന. അപ്പോൾ അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് ഇത് റൂമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് വന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയെടുക്കുന്നൊരു കാര്യം, ഒരു സാധ്യത എന്നുള്ളത് ഈ ഷോക്കുകൾ, സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടാകുന്നിടത്ത് ഒരു പെർസെൻറ്റേജൊക്കെ ഇത് ഉണ്ടാകുന്നു ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കത് ഷുവറല്ല. അപ്പം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഞാൻ പാരലൈസ്ഡ് ആയിട്ട് വീട്ടിൽ കിടക്കുക. എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ വരെ എൻ്റെ പേരൻസാണ് നോക്കുന്നത്. എൻ്റെ പ്രീ ഡിഗ്രി ഒരു 4-5 മാസം എനിക്ക് നഷ്ടമായി. അപ്പോൾ ഈ വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ കണ്ട ഒരു ബുക്കിനകത്ത് ഞാൻ അന്നത്തെ കാലത്ത് ഇച്ചിരി ജാടയ്ക്ക് വേണ്ടിയിട്ട് ഈ ബ്രൗൺ പേപ്പറിലാണല്ലോ ബുക്ക് കൊണ്ടുവന്നത്. ഈ ബ്രൗൺ പേപ്പർ അല്ലാതെ ഈ ഇംഗ്ലീഷ് മാഗസിൻസിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പൊതിയുന്ന കാരണം തിളക്കമുള്ള പേപ്പർ എന്ന് പറയും. നമുക്ക് അങ്ങനത്തെ പേപ്പറൊക്കെ കിട്ടുന്നത് റെയറാണ്. ഇന്നെല്ലാ മാഗസിൻസും നല്ല തിളക്കമുള്ള നല്ല. അപ്പോൾ അത് വെച്ച് പൊതിഞ്ഞ കുറേ ബുക്കുകളിൽ ഒരു ബുക്കിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന കവർ ചട്ടയിലാണ് നോർമൽ ഈസ് ബോറിങ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, സാധാരണയായിട്ടുള്ളത് ബോറാണ്, സംതിങ് ഡിഫറെൻ്റ് എന്നുള്ള ഒരു സാധനം. അപ്പോൾ അതിങ്ങനെ എന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ബുക്ക് തുറന്ന് നോക്കുന്ന ഒരു സ്വഭാവക്കാരനല്ലാത്തതിന് ബുക്കിൻ്റെ പുറം നോക്കൂലെന്ന് ഊഹിക്കാമല്ലോ. ഡിഷ് ടി വി വരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പേ ചാനലൊക്കെ ആകാൻ പോകുന്ന പല യൂറോപ്യൻ ചാനലുകൾ, ഇപ്പോൾ ഇവിടെ ഒന്നും അവൈലബിൾ അല്ലാത്ത പല ചാനലുകളൊക്കെ നമുക്ക് ഡിഷിൽ കിട്ടും. അപ്പോൾ അതൊക്കെ 6 മാസത്തിനുള്ളിൽ പേ ചാനലാവും എന്നൊക്കെ പറയാം. അപ്പോൾ അതിനകത്ത് ഹോം ടി വി എന്ന് പറയുന്നൊരു ചാനലുണ്ടായിരുന്നു. അതിനകത്ത് കംപ്ലീറ്റ് സർക്കസ്, മാജിക്ക്, മെൻ്റലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മാത്രം വലിയ ഷോകൾ മാത്രമാണ് അതിനകത്തുള്ളത്. വലിയ ഷോകൾ മാത്രം, വേറൊന്നുമില്ല. മ്യൂസിക്കൽ, ഓപ്പറ അങ്ങനെ സംഭവങ്ങളൊക്കെ. അപ്പം അതിനകത്ത് കണ്ടതാണ് ഈ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത മാജിക്കുകൾ. ഡേവിഡ് കോപ്പർഫീൽഡ്, പോൾ ഡാനിയൽ, ഇവരെ പോലെയൊക്കെയുള്ള ലെജൻഡുകളായിട്ടുള്ള ആളുകളുടെ ഷോകൾ, പെൻ ആൻഡ് ടെല്ലർ ഷോസ്, ഇങ്ങനെയുള്ള ഷോകളാണ് ഇതിനകത്ത് കംപ്ലീറ്റ്. അതിനകത്ത് ഹിപ്നോസിസ്, സ്പൂൺ ബെൻഡ് ചെയ്യുക, ആളുകളുടെ മനസ്സ് വായിക്കുക, കംപ്ലീറ്റ് ആൾക്കാരെ എല്ലാവരും 10-50 പേരെയൊക്കെ സ്റ്റേജിൽ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഉറങ്ങിപ്പോവുക, കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത്രയും കാലം ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാധനമാണ്. ഇനി ഇത് പഠിക്കണം. അങ്ങനെ ആ നോർമലീസ് ബോറിങ്ങിൽ നിന്നാണ് എൻ്റെ യാത്ര. അങ്ങനെ കുറേ ഞാൻ ഇതിനു വേണ്ടി അലയുന്നു. അങ്ങനെ കൊച്ചിയിൽ പഠിക്കാൻ ഗ്രാഫിക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി വരുന്നു. ആ പഠനത്തോടൊപ്പം ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് ചെറിയ പൈസയൊക്കെ തരുള്ളൂ. കാരണം ഞങ്ങൾ ബാച്ചിലറായിട്ട് റൂം എടുത്ത് താമസിക്കുന്നു. നമുക്കിവിടെ ഇപ്പം നാട്ടുമ്പുറം രീതി ആയതുകൊണ്ട് അവർക്കും അതിനെക്കുറിച്ചൊരു വലിയൊരു ധാരണയില്ല. ഫീസ് തരും, റൂമിൽ താമസിക്കാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് മെസ്സിനുള്ള പൈസ തരും. അല്ലാതെ എക്സ്ട്രാ പൈസകളൊന്നും തരുന്നൊരു സ്വഭാവമുള്ളൊരു പേരൻ്റ് അല്ലായിരുന്നു എൻ്റെത്. എന്നാൽ അവർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് അവരെ കുറ്റമൊന്നും പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ഇവിടെ എറണാകുളത്ത് വർക്കീസ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ്, എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് വർക്കീസ് സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പാർട്ട് ടൈമായിട്ട് 6 മണി മുതൽ 10 മണി വരെ ജോലി ചെയ്യും. എന്ന് വെച്ചാൽ ഈ കവർ ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കുക. ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്കറിയാം നമ്മുടെ ഊർമിള ഉണ്ണിച്ചേച്ചിയും അവർ മോളും ഒക്കെ ഇവിടെ ഈ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനാണ് സാധനമൊക്കെ കവറിട്ട് കൊടുത്തതെന്ന് ഓർക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ സമയത്ത് കുറേ നടൻ കുഞ്ചൻ അവർ ഭാര്യയൊക്കെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് വാങ്ങിച്ചതൊക്കെ ഞാൻ പനമ്പളനാറിൽ നിന്നിട്ടുണ്ട്, ഇരുന്നുണ്ട്. ഞാനിത് പറയുന്നത് 2000-ലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നിന്ന് കിട്ടുന്ന ഒരു മാസം 500 രൂപ എനിക്ക് കിട്ടും. ആ 500 രൂപ കൊണ്ട് ഞാൻ വേറൊന്നുമല്ല ചെയ്തത്. ഈ അന്നേരമാണ് യാഹു, ഹോട്ട്മെയിൽ, ഗൂഗിൾ അങ്ങോട്ട് ഭയങ്കര ക്ലച്ച് പിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വലിയ ബൂമായിട്ട് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കറക്റ്റാണ്. ഇനി വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിൽ തെറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിനെ തപ്പി പുറത്തും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയുള്ള മാസ്റ്റേഴ്സിനെയും ഇതിനകത്തെ പ്രഗത്ഭരായ ആളുകൾക്കൊക്കെ മെയിലൊക്കെ അയച്ച് ഞാൻ കണക്ട് ചെയ്ത് അവിടെ നിന്ന് മെറ്റീരിയലുകളൊക്കെ വാങ്ങിച്ചു. സ്റ്റഡി ബുക്സുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഉണ്ടാക്കിയ സ്വരുക്കൂട്ടി വെച്ച പൈസകൾ കൊണ്ട് വാങ്ങിച്ചു. ചിലയിടത്തൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, വെറും എൻ്റെ പൈസയൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴാണ് പൈസയുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എത്ര ദിവസം ഞാൻ പണിയെടുത്താൽ എനിക്ക് ആ പൈസ കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ബോധ്യമായി. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയ മെറ്റീരിയലുകളിൽ നിന്ന് പലതും ഞാൻ പഠിച്ചു തുടങ്ങി. അത് ഞാൻ അന്നേരം എനിക്കൊരു നാഷണൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ PSI, പോപ്പുലേഷൻ സർവീസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ്. അതിനകത്ത് സ്ട്രീറ്റിൽ ഈ എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മജീഷ്യനെ ആവശ്യമുണ്ട് എന്ന് അവരിങ്ങനെ പറയും. അങ്ങനെ അപ്പം ഞാൻ അതിനകത്ത് ചെന്നപ്പോൾ എൻ്റെ കണ്ടപ്പോൾ സ്കില്ല് കണ്ടപ്പോൾ അവരെന്നെ എടുത്തു. അപ്പം അങ്ങനെ കൊച്ചിയിലെ കംപ്ലീറ്റ് ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെയും അതുപോലെ അങ്ങനെ കുറേ ഏരിയകളിലേക്കെല്ലാം എല്ലാ ദിവസവും ഒരു 2-3 hours നമ്മൾ പോയിട്ട് ഇത് പെർഫോം ചെയ്യുക. ഇതിനകത്തൂടെ മെസ്സേജസ് കൊടുക്കുക. ചെറിയ ഒരു സ്പീച്ചിന് എനിക്കൊരാൾ കൂടെ ഉണ്ടാവും, അദ്ദേഹം സ്പീച്ച് ചെയ്യും. അപ്പോൾ ആളുകളെ, ക്രൗഡിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായിട്ട് ഒരു 2 വർഷക്കാലം ഞാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാള മനോരമ
ഒരു പ്രാവശ്യം മഴവിൽ പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് അയാൾക്ക് കൗതുകം തോന്നിയിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു, എൻ്റെ കുറേ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നു. പിറ്റേന്ന് മെട്രോ മനോരമ എന്ന് പറഞ്ഞിട്ടൊരു സാധനം മനോരമ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അതിൻ്റെ പുറകിൽ കളറിൽ ഒരു വലിയ പ്രിൻ്റ് എന്നെ വെച്ചിട്ട് അടിച്ചു വരും. ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പടം ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എനിക്കൊരു ഫോട്ടോ വന്നു. പിന്നീട് എന്നെ അറിയുന്നവരും അറിയത്തില്ലാത്തവരും ഒക്കെ എന്നെ അറിയാൻ തുടങ്ങി. അങ്ങനെ ആണ് ആ യാത്ര. പിന്നീട് ഞാൻ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ഞാൻ US എനിക്ക് പോകാനായിട്ടൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഞാൻ ഈ മാസ്റ്റേഴ്സിനൊക്കെ ഞാൻ അവിടെ നേരിട്ട് കാണുകയും അവരുടെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യുകയും അന്ന് ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഡേവിഡ് കോപ്പർഫീൽഡിനെയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് നേരിട്ട് കാണുകയും, അത് ലാസ് വെഗാസിൽ അവിടെ പോയി കാണുകയും ഈ പറയുന്ന ലെജൻഡുകളുമായിട്ടൊക്കെ അവിടെ പോയി ഒരു പരിചയമോ ആരാധനാപരമായിട്ടുള്ള അവരെ കാണലോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ എനിക്ക് അവരോടൊക്കെ പോയി ഇരിക്കാനായിട്ടൊക്കെ പറ്റി. അങ്ങനെ ഈ ആർട്ട് നമ്മളിവിടെ കൂടുതലായിട്ട് ഞാൻ മെൻ്റലിസം അവതരിപ്പിച്ച് തുടങ്ങുന്നു. ഓർമ്മയുണ്ടോ ഏറ്റവും ആദ്യം ആളുകൾക്ക് മുമ്പിൽ ഒരു മെൻ്റലിസം എന്നുള്ള രീതിയിൽ ഷോ നടത്തിയത്? 2006 ആദ്യത്തെ ഒരു ഷോ ആയിട്ട് ഞാൻ വലിയ ഷോ ആയിട്ട് ഞാൻ ടിക്കറ്റഡ് ഷോ ആയിട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഇരിക്കും, ഇത് എവിടെ അവതരിപ്പിക്കും എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചെറിയ കോർപ്പറേറ്റ് ഷോകൾക്കിടയിൽ അവതരിപ്പിക്കുക. അതിനകത്ത് മാജിക് ഇതുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ടായിട്ട് അവതരിപ്പിക്കുക. അല്ലാതെ ഇത് സാധാരണ ഓഡിയൻസിന്റെ ഒരു സോ അവരുടെ ഓഡിയൻസിന് വെച്ചാൽ അവർ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് അവരെ സംബന്ധിച്ചാൽ അത്ഭുതത്തിനപ്പുറത്ത് എനിക്ക് എന്തോ പ്രത്യേകതയുള്ളൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഇപ്പം എന്നോട് ആദ്യം വന്നപ്പം ചോദിച്ച ചോദ്യം പോലെ തന്നെ അതിനേക്കാട്ടിൽ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. എന്നെ അത് കഴിഞ്ഞിട്ട് പേഴ്സണലി കാണാൻ ആൾക്കാർ വരുന്നു. അവരുടെ വീടിനകത്തെ പ്രശ്നങ്ങൾ, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഇതിനെ ഞാൻ എൻകറേജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈൻ അതല്ല. അപ്പോൾ അത് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഇതൊരു ആർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, എപ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ചില ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരാളുടെ മനസ്സ് വായിക്കാമെന്നോ അല്ലെങ്കിൽ ഒരു അത്ഭുതം കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിദ്ധിയാണെന്നും എന്നിൽ വന്നിരിക്കുന്ന ഒരു ദൈവികമായ എന്തോ സംഭവമാണെന്നും ഒക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആണ് ഞാനും വന്നിരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അതിനോട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇതൊരു സ്കില്ലാണ്, പ്രാക്ടീസാണ്, ആർട്ടാണ് എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഇത്രയും കാലം കൊണ്ട് ഇവിടെ വരെ എത്തിക്കൊണ്ട് കോൺട്രവേഴ്സികളൊന്നും ഞാൻ ഇതുവരെ ഒന്നും വീണിട്ടില്ല. ഇപ്പോൾ സാറ് പറഞ്ഞു, സാറ് മാജിക്കിലൂടെയാണ് ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാജിക്കും മെൻ്റലിസവും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. സ്റ്റേജ് ഷോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു മെൻ്റലിസ്റ്റ് പറയുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് അവരെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പറയുന്നതാണോ? ഹിപ്നോട്ടിസവും ഇതും തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ? ഹിപ്നോട്ടിസവും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഹിപ്നോട്ടിസം ചെയ്യുന്ന ആൾക്കാർക്ക് മെൻ്റലിസം ചെയ്യാം, മെൻ്റലിസം ചെയ്യുന്ന ആൾക്ക് ഹിപ്നോട്ടിസം ചെയ്യാം. ഹിപ്നോട്ടിസം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതായത് രണ്ട് രീതിയിലാണ്. എൻ്റർടൈൻമെൻറ്റ് ഹിപ്നോസിസ് എന്ന് പറയുന്നുണ്ട്, തെറാപ്യൂട്ടിക്കലായിട്ടുള്ള ഹിപ്നോസിസ് എന്ന് പറയുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ അത് മാത്രമായിട്ട് ഷോ ചെയ്യുന്നതാണ് എപ്പോഴും അതിൻ്റെ ക്യൂട്ട്നെസ് എന്ന് പറയുന്നത്. ഹിപ്നോസിസ് ഷോ എന്ന് പറയുന്നത് അതിനകത്ത് മനസ്സ് വായിക്കലും കാര്യങ്ങളൊന്നുമില്ല, സജഷൻസാണ്. ഈ സജഷൻസ് ഉപയോഗിച്ചിട്ട് ഒരാളുടെ ഉപബോധ മനസ്സിനെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ചില സന്ദേശങ്ങൾ കൊടുക്കുകയും അതനുസരിച്ചിട്ട് അവരറിയാതെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആളുകളിൽ ഉണ്ടാകുന്ന ജിജ്ഞാസയും കൗതുകവുമാണ് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കൂടുതലും ഒരു കോമഡി പോലെയാണ് ആ സാധനം വർക്കൗട്ട് ചെയ്യുക. അപ്പം ഹിപ്നോസിസ് എന്ന് പറയുന്നതല്ല മെൻ്റലിസവും മൈൻഡ് റീഡിങ്ങുമായിട്ട് യാതൊരു ബന്ധവും. സ്റ്റേജിൽ പലപ്പോഴും ഹിപ്നോസിസിൻ്റെ ചില എലമെൻറ്റുകൾ കൊണ്ടുവരാറുണ്ട്. ഒരു ഫുൾ ട്രാൻസിലായിട്ടുള്ളൊരു ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമായൊരു ഷോ ചെയ്യണം. ഇപ്പോൾ മെൻ്റലിസം ഷോയ്ക്കകത്ത് ഇടയിൽ കുറച്ച് ഹിപ്നോട്ടിക് സാധനങ്ങൾ കൊണ്ടുവരുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഫുൾ ഷോസ് എന്ന് പറഞ്ഞാൽ അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യം മനസ്സ് വായിക്കുന്നു എന്ന് പറയുന്ന ആ ധാരണയെ നമ്മൾ മാറ്റണം. മനസ്സ് വായിക്കുന്നത് പോലെ ഒരു തോന്നൽ അവരിൽ ജനിപ്പിച്ചിട്ട് അവരെ കൊണ്ട് വാവ് എന്ന ഒരു ഇമോഷനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കലാകാരൻ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ചില ആളുകൾ അവരുടെ മരിച്ചുപോയ അല്ലെങ്കിൽ പാരൻസിനെ അല്ലെങ്കിൽ മക്കളെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഹിപ്നോട്ടൈസ് ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനസ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കാണിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് എന്താണത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്? അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണത്. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്തരം കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഏതൊരു കലയും അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ എത്തിയില്ല എങ്കിൽ അവർ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എനിക്കിഷ്ടംപോലെ ഇതുപോലത്തെ റീലുകൾ ഒരുപാട് വൈറലായിട്ട് പല ആൾക്കാരും എനിക്ക് അയച്ചു തരികയും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വരികയും ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മ മരിച്ചു പോയതാണ്, എൻ്റെ മകൾ മരിച്ചു പോയതാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ്, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് അവസാനമായിട്ട് കുറച്ച് പേര് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഹിപ്നോസിസിൽ ഇത് പോസിബിളാണ്. എന്ന് വെച്ചാൽ മരിച്ച ആളുമായിട്ടല്ല സംസാരിക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള ആ ഇമേജിനെ വേറെ നിങ്ങൾ ആ സജഷൻസ് ത്രൂവിൽ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ മകളാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അച്ഛനാണെന്ന് പറയുന്ന സമയത്ത് ആ രൂപവും അവർക്കറിയാവുന്ന തൻ്റെ അച്ഛൻ്റെ രൂപവുമായിരിക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക.
അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിക്കുമ്പോൾ ആ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഇയാളാണെന്ന് ഇവരുടെ മനസ്സ് ധരിക്കപ്പെടുന്ന രീതിയിൽ ഹിപ്നോട്ടിസ്റ്റിൻ്റെ കൃത്യമായ സജഷൻസ് അല്ലെങ്കിൽ ആ നിർദ്ദേശം അനുസരിച്ച് അവരതാണെന്ന് ബിലീവ് ചെയ്ത് പറയുക ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമുള്ളതാണ്. പക്ഷേ അത് വീഡിയോ ആക്കി പുറത്തേക്ക് ഇടുമ്പം അവർക്കുണ്ടാകുന്ന ട്രോമ എന്താണ്, അതിന് ശേഷം അവർക്കുണ്ടാകുന്ന ട്രോമ എന്താണെന്നുള്ളത് ഇവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത്. ഞാനത് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളുമായിട്ടും എന്നെ പേഴ്സണലി കാണാനായിട്ടും പണം ഒരുപാട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാത്ത ഒരു മേഖലയാണ് ഈ മരിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഹിപ്നോസിസിനെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോവില്ലേ? അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് ട്രോമറ്റൈസ് ചെയ്യുക. പല ആൾക്കാരും ഇപ്പം ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞത് ഞാൻ കേട്ടത് എനിക്കറിയാം. ഒരാൾ ഇതേപോലെ കാണിച്ചു, എന്നിട്ട് ആ കുട്ടി ഇപ്പം സൈക്കാട്രിക് പേഷ്യൻ്റാണ്, ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കണ്ടതിൻ്റെ ഒരു ഷോക്കും ഈ റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മനസ്സിൽ വരുന്ന സമയത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യണോ, ആ റിയാലിറ്റി ഇതെന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ്ലി പിന്നെ അന്നേരം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ കുറേ കാര്യങ്ങളോട് ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ വന്നത് പിന്നെ അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ, പിന്നെ ബ്രെയിനിൽ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മനസ്സിനെ ബാധിക്കുന്ന രീതി, പലതരത്തിലത് ഒറ്റവാക്കി ട്രോമ എന്നൊരു കണ്ടീഷൻ, അത് എന്ത് രീതിയിലൊക്കെ ആളുകളെ പിന്നീട് ബാധിക്കുമെന്നുള്ളതിന് ഈ കാണിക്കുന്ന പൊട്ടന്മാർക്ക് അറിയില്ല. അതാണ് സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറും കമൻറ്റും അല്ലെങ്കിൽ ഫോളോവേഴ്സിനെയും കൂട്ടാൻ വേണ്ടി എന്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇത് 200 രൂപയ്ക്കും 500 രൂപയ്ക്കും ഒക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ഓൺലൈൻ സ്ഥാപനങ്ങളുണ്ട്. ഇവിടുന്ന് ഇതെല്ലാം പഠിക്കും. എന്നിട്ട് മരിച്ചവരെ കാണാം, എൻ്റെ ഭാര്യയെ ഹിപ്നോട്ടൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്നിട്ട് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. മെൻ്റലിസം പഠിച്ചതിന് ശേഷം മെൻ്റലിസം ത്രൂ മനസ്സ് വായിച്ച് എനിക്ക് കാമുകിക്ക് ഇനി വേറെ ആരെങ്കിലുമായിട്ട് ഇഷ്ടമുണ്ടോ, എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന് ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ ഓർത്തിട്ടാണ് ഇതിനകത്തോട്ട് വരുന്നത്. ഇത്തരം ആവശ്യങ്ങളുമായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എൻ്റെ അടുത്ത് വരും ഒബ്വിയസ്ലി. കാരണം നമ്മുടെ ഈ രാജ്യത്ത് എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും പോകും. നരബലി നടന്ന നാണക്കേടുണ്ടായ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്, അല്ലേ? നരബലി നടന്ന സ്ഥലമാണ്. ഇപ്പോഴും അത്തരം കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും അതൊക്കെ ഉണ്ട് എന്നും അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരുള്ളത് ഇതും ഈസി ആയിട്ട് വിറ്റുകൂടെ? അപ്പം എനിക്കറിയാവുന്ന ഒരു മലയാളത്തിലെ ഒരു നടൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ട് മിസ്യൂസ് ചെയ്തിട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് പത്രമാധ്യമങ്ങൾ ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജോൺ എഫ് കെന്നഡി മരിച്ചതിനെ കുറിച്ചിട്ട് നമുക്ക് വാർത്തകൾ അറിയാം. അതിലൊരു പത്രക്കാരി എഴുതിയ ഒരു പത്ര റിപ്പോർട്ടുണ്ട്. ജോൺ എഫ് കെന്നഡി മരിച്ചത് കൊലപാതകം ചെയ്തയാൾക്ക് ജോൺ എഫ് കെന്നഡിയായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാളോട് യാതൊരു വിദ്വേഷവുമില്ല. ദ ഗ്രൂപ്പ് ഓഫ് ഹിപ്നോട്ടിസ്റ്റുകൾ ഈ ആളെ പല ദിവസങ്ങളായി ട്രാൻസിലാക്കി ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ട്രിഗർ ചെയ്യണം, ജോൺ എഫ് കെന്നഡി എവിടെ വെച്ച് കണ്ടാലും ഷൂട്ട് ചെയ്യണം എന്നുള്ള സാധനം സജഷനായിട്ട് കൊടുത്തിട്ടാണ് ചെയ്തത് എന്നൊരു റിപ്പോർട്ട്. എനിക്കതിൻ്റെ റെലവൻസ് എത്രത്തോളം എനിക്കറിയില്ല, എത്രത്തോളം അതിനെ സാധൂകരിക്കുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹിപ്നോട്ടിസം ബേസ്ഡ് ആയിട്ട് കേസുകളുണ്ടെന്നറിയോ, ഫ്രോഡായിട്ട് അത് ചെയ്തിട്ട്. ഞാൻ ഹിപ്നോട്ടിസിനെ എതിർത്ത് പറയുന്നതല്ല. ഹിപ്നോട്ടിസം ഞാൻ വളരെ പരിഭാവനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്, എത്തിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ആരെയും ചികിത്സിക്കാൻ വേണ്ടിയിട്ടോ ചുമ്മാ കാണുന്നവരെല്ലാം ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകുന്ന ഒരാളൊന്നുമല്ല. അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യും. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് വീട്ടിൽ കയറി ഹിപ്നോട്ടൈസ് ചെയ്ത് അവരെ അബ്യൂസ് ചെയ്ത സംഭവങ്ങളുണ്ട്. അതായത് ഞാനൊരു സിമ്പിളി പറയാം, കേൾക്കുമ്പം വിഷമം തോന്നരുത്. ഹിപ്നോട്ടിസം ചെയ്ത് ഒരാൾ ട്രാൻസിലായതിനു ശേഷം സജഷൻ കൊടുത്തിരിക്കുകയാണ്, ഞാൻ എപ്പോൾ സാറ്റർഡേ എന്ന് പറയുന്നു ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്നെ ഹഗ് ചെയ്യും, എന്നെ ലിപ് ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ എപ്പോൾ നാച്ചുറലായിട്ടിരിക്കുന്നു, എപ്പോഴോ ചുമ്മാ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ലിപ് ലോക്ക് ചെയ്യും. അവർ സ്വബോധത്തോടെയല്ല ചെയ്യുന്നത്, ഹിപ്നോട്ടിക്കൽ ട്രാൻസിൽ അവർ ചെയ്യുകയാണ്. ഇത് എത്തിക്കലാണോ നോൺ എത്തിക്കലാണോ? ആണല്ലോ. ഇതേപോലെ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്ന മൊമെൻറ്റിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ന്യൂഡായിട്ടിരിക്കും. ഇത് റീലാക്കി കഴിഞ്ഞാൽ ആൾക്കാരോടോ ഭയങ്കര ചർച്ചയായിരിക്കും, ഇല്ലേ? ഇതെനിക്ക് ചെയ്യാൻ അറിയാം, ഇവിടെ ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ചെയ്യുന്നുണ്ട് ഇത്തരം പരിപാടികൾ. അതാ പറഞ്ഞു, ഒരു നടൻ ഇത് പഠിച്ചിട്ട് ഇവിടെ ഇതേപോലത്തെ പരിപാടികൾ കാണിച്ചിട്ട് ആ പെൺകുട്ടിക്കുണ്ടായ ട്രോമയുടെ അളവ് എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് ഇല്ല, ഞാനത് പറയാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറയുമ്പോൾ ഇത് കോൺട്രവേഴ്സി ആയിട്ട് അങ്ങ് പോകും. ഇനി ഇത് ആരാന്ന് കണ്ടെത്താനായിട്ട് കുറേ ആൾക്കാർ പുറകെ നടക്കും. അപ്പോൾ ഇത് സാധ്യമാണ് എന്നുള്ള, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ അബദ്ധമാണ്. കാര്യം ഇനി ഈ സാധ്യതകൾ തേടിയ ആൾക്കാർ പോകും. അപ്പോൾ ഇത് എത്തേണ്ട ഇടങ്ങളിലേക്കല്ല എത്തുന്നത്. പിന്നെ ഇതെന്താണ് പഠിക്കുന്നത്? ഇതിനകത്തൊക്കെ ഒരു എത്തിക്കൽ, എല്ലാത്തിനും ഇല്ല എത്തിക്സ്. മീഡിയയ്ക്കകത്തില്ല എത്തിക്സ്, ഒരു പാട്ടുകാരനില്ല എത്തിക്സ്, കലാകാരന് അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനില്ല എത്തിക്സ്. എത്തിക്സ് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഉണ്ടായേനെ.
എനിക്കിപ്പോൾ വേണ്ട ഒരു 2 ലക്ഷത്തിൽ താഴെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ളൂ. ഒരു യൂട്യൂബിൽ ഏതാണ്ടൊരു 4 ലക്ഷമോ അങ്ങാണ്ടുണ്ട്. ഫേസ്ബുക്കിലുണ്ട് 7 ലക്ഷം കണ്ടുണ്ട്. എനിക്കിതുപോലത്തെ അൺഎത്തിക്കൽ സാധനങ്ങൾ ഷൂട്ട് ചെയ്തിട്ടാൽ എൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം 1 മില്യനും 2 മില്യനും ആവും. പിടികിട്ടിയോ? എത്തിക്കൽ അല്ലാതെ ചെയ്താൽ. ഞാൻ ഇന്നേ വരെ കോൺട്രവേഴ്സികളൊന്നും പെടാത്തത് ഞാൻ ഡയറക്റ്റായിട്ട് പോയതുകൊണ്ട്. എന്നാൽ ഞാൻ നല്ല പുള്ളിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല. നമുക്ക് എല്ലാത്തിനും ഇല്ല ഒരു മാന്യതയില്ല എല്ലാത്തിനും ചെയ്യുന്നതിന്. അപ്പം ഇതങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ആ ചോദ്യം എൻ്റെ അടുത്ത് വന്നത്, ഇങ്ങനെ മരിച്ചുപോയവരെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. പോസിബിളാണ്, പക്ഷെ ഇത് ചെയ്യരുത്. ഞാൻ താങ്കളുടെ മുന്നിലിരിക്കുന്നു, എൻ്റെ തോട്ട്സുകൾ താങ്കൾക്ക് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും? ഇല്ല. അതാണ് ധാരണ. ഞാൻ അങ്ങനത്തെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ വായിക്കാൻ പറ്റുമെന്നുള്ള ഒരു മൂഡ് സ്റ്റേജ് ഷോകളിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അതിനുവേണ്ടി കുറേ ട്രിക്കുകൾ ചെയ്യണം. അതിന് കുറേ പാറ്റേൺസ് ഉണ്ട്, കുറേ വെർബലായിട്ടും നോൺ വെർബലായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ഞാൻ കണ്ടു എന്നും അല്ലെങ്കിൽ അറിഞ്ഞു എന്നും പറയുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ശരി, അത് ഞാൻ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പല കേസുകളും തെളിയിക്കപ്പെടാതെ പോയ പല കേസുകളും കണ്ടുപിടിക്കാൻ ഒരു മെൻ്റലിസ്റ്റിനെ ഉപയോഗിച്ചൂടെ? അത് നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നൊരു കാര്യമാണ്. ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാൾക്കും കേസ് തെളിയിക്കാൻ വേണ്ടി പോലീസിനെ സഹായിച്ചൂടെ? ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിക്കും വേണമെങ്കിൽ ഒരു പോലീസിനെ ഹെൽപ്പ് ചെയ്തുകൂടെ? ഒരു മെൻ്റലിസ്റ്റിനോ മജീഷ്യനോ വേണമെങ്കിൽ പോലീസിനെ ഹെൽപ്പ് ചെയ്തുകൂടെ? ദാറ്റ്സ് ഇറ്റ്. പക്ഷേ തെങ്ങ് കയറ്റ ഇതിനകത്ത് മിസ്റ്ററി കിടക്കുന്ന അല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സഹായിച്ചുകൂടെ എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു എബിലിറ്റി ഉപയോഗിച്ചിട്ട്, അതെ, ആ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട്, ആ കഴിവ് ഉപയോഗിച്ചിട്ട് ഈ മെന്റലിസ്റ്റുകൾ മജീഷ്യൻസിനുള്ള ചില കഴിവുകൾ, ചില ട്രിക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന സബ്ജക്റ്റുകളെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അയാൾ പറയുന്ന കാര്യങ്ങളും അയാൾ ചെയ്യുന്ന പ്രവൃത്തികളും അയാളുടെ സംസാരത്തിൻ്റെ ടൊണാലിറ്റിയും അയാളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി ഈ മെൻ്റലിസ്റ്റുകൾക്ക് ഉണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്. അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാലും പോലീസുകാരും അതിനേക്കാട്ടിലും നന്നായിട്ട് പഠിക്കുകയും അതിനേക്കാട്ടിലും നന്നായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോവാറുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ കൊല്ലം വിസ്മയ കേസില്ലേ, അതിനകത്ത് 9ാമത്തെ സാക്ഷിയായിട്ട് ഞാനായിരുന്നു കോടതിയിലുണ്ടായിരുന്നത്. കൊല്ലം വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രമാദമായ വിവാദമായ മറ്റേ ശ്രീധന കേസിൽ MBD ഉദ്യോഗസ്ഥനകത്ത് പോയ കേസില്ലേ, അതിൽ ഈ കുട്ടി ഒരു ദിവസം ഈ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് എന്നെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഫുൾ കാര്യങ്ങൾ ഒരു 1.5 മണിക്കൂർ സമയം, അല്ല 1 മണിക്കൂർ സമയം ഞാൻ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടത് നമുക്ക് കണ്ണു പറയുന്ന കാര്യങ്ങളാണ്. കാരണം നിലത്തിട്ട് ആ കുട്ടിയെ ബൂട്ടിട്ട് ചവിട്ടുമ്പോൾ പോലും ഞാനിങ്ങനെ ചവിട്ടിയിട്ട് കുട്ടി എന്നോട് പറയുക, ഞാൻ പറയാം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഡിവോഴ്സ് ചെയ്ത് വീട്ടിൽ പോയിക്കൂടെ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് എടുക്കുന്നത്? അപ്പം നിബിൻ സാറേ, എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ ഈ ഒരു പ്രവൃത്തി മാത്രം മാറിയ ആൾ നല്ല മനുഷ്യനാണ്. എൻ്റെ ഒരു ഡയമെൻഷൻ കണ്ടോ? ആ കുട്ടിക്ക് അയാൾ മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ആ ആളെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് വേണ്ടിയിട്ടല്ല ആൾ എന്നെ വിളിച്ചത് എൻ്റെ ഒരുപാട് ഞാൻ ഈ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ടോക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പം എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് മിബോ എന്ന് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂരുണ്ട്, കൊച്ചിയുണ്ട്, മുംബൈ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളിലേക്കാണ് അത് അന്ന് ഞാനത് ആ കുട്ടിയുടെ അടുത്ത് പോകാനായിട്ട് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് റെഡിയാക്കി കൊടുക്കും. ഡോക്ടർ റിക്സണിലേക്കാണ് ഞാനതെല്ലാം കൊടുക്കാനായിട്ടൊക്കെ എല്ലാം വെച്ച് ഞാൻ നമ്പരും കൊടുത്ത് ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തതാണ്. പക്ഷെ കുട്ടി പോയില്ല. കാരണം ഇതിനകത്ത് 2 കാര്യമാണുള്ളത്. ഒന്ന്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുക എന്ന് പറയുന്നത് കേരളത്തിൽ എത്രത്തോളം ആളുകൾ അംഗീകരിക്കുന്നു എന്നൊരു ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാര്യം പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി പോകണേ, മുട്ടുവേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലിൽ മുറിവുണ്ടെങ്കിൽ ആശുപത്രി പോകണേ, അപ്പോൾ അത് തുന്നിക്കെട്ടണം അല്ലെങ്കിൽ മരുന്ന് വെക്കണം. എന്നാൽ മനസ്സിനൊരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് നമ്മൾ പോയി എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കാൻ പോകുന്നിടത്ത് അവരതിനെ ചരട് ജപിച്ച് കെട്ടാനോ അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കാനായിട്ടോ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് പോകാനോ ഈ മെൻ്റലിസ്റ്റിൻ്റെ അടുത്ത് വരാനായിട്ടൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഇതെല്ലാം ഞാൻ എത്തിക്കലല്ല. കുട്ടി എന്നോടൊരു സങ്കടം പറയുമ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റില്ല എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ മര്യാദ എന്ന് പറയുന്നത്. കേൾക്കണം. ഒരുപാട് ആൾക്കാർ അങ്ങനെ വിളിക്കും, ഞാൻ കേൾക്കും, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. അവരവിടെ പോയി തെറാപ്പികൾ എടുക്കും, ഇത് ചെയ്യും. ആ കുട്ടിയും ആ ഹസ്ബൻഡും തെറാപ്പി എടുത്തിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം ജയിലിലാവില്ലായിരുന്നു. ആ കുട്ടി ഇന്ന് ഡോക്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു, മിടുക്കിയ ഒരു കുട്ടിയായിരുന്നു. ഞാനന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ട്, അവളെ പോലെ തന്നെ ഇരിക്കുന്നത്.
അത്രയും എനർജറ്റിക് ആയിട്ടും വളരെ ബോൾഡായിട്ടും നല്ല ഒരു നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി എത്രയുണ്ടെന്ന് ഇത്ര കൂടുതൽ നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയില്ല. അതാണ് വിസ്മയം. അപ്പം അങ്ങനെ സംസാരിച്ചൊരു പെൺകുട്ടി 2 മാസം കഴിയുമ്പോഴത്തേക്കും സൂയിസൈഡ് ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയ കാര്യവും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കരച്ചിൽ വന്നിട്ടുള്ള കാര്യവും അത് ആ കുട്ടി മരിച്ചതല്ല. എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ക്ലിനീഷ്യനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെ പോയില്ലെങ്കിൽ ഇന്ന് ഉണ്ടാവില്ല അവിടെ, ഇല്ലേ? ഇന്ന് ഈ ടോപ്പിക്ക് സംസാരിക്കേണ്ടി പോലും വരില്ല. അപ്പം ആളുകൾ ഇതിനെ, നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഈ മേഖലയിലേക്കൊന്നും അല്ല ആൾക്കാർ പോകുന്നു. ആൾക്കാർ അത്ഭുതങ്ങളും ക്യുക്കായിട്ട് എന്തൊക്കെ കിട്ടുമോ അതിൻ്റെയൊക്കെ പുറകിലാണ് പോകുന്നത്. അപ്പോൾ അബദ്ധങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര സാക്ഷര കേരളം അല്ല 100% സാക്ഷരത കിട്ടിയതാണ് നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഒരു സാക്ഷരതയും കിട്ടിയിട്ടില്ല. ഈ പ്രേതാനുഭവം എന്ന് പറയുന്ന ഒരു കാര്യം, പ്രേതമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ എവിടെയൊക്കെ ചുറ്റുപാടിലെ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കുറേയധികം ആളുകൾ. ശരിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ? താങ്കൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഇതൊരു പോസിറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അൺഹെൽത്തി ആയിട്ടാണ് താങ്കളോട് സംസാരിക്കുന്നത്, താങ്കൾ എന്നോടും അതുപോലെയാണ് തോന്നുന്നത്, അതൊരു നെഗറ്റീവാണ്, ഇല്ലേ? ഒരു നാണയത്തിന് 2 വശമാണുള്ളത്. ഒരു രാത്രിക്ക് പകലുമുണ്ട്, അല്ല ഇരുട്ടുമുണ്ട്. ഇതേപോലെ എല്ലാത്തിനും 2 വശമുണ്ട്. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പിശാചിനെ വിശ്വസിക്കണം. കാര്യം എന്താണ്? അല്ലെങ്കിൽ പിശാച് ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ നല്ല കാര്യം, ചീത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നന്മ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ദൈവത്തെ വരുന്നത്. അപ്പോൾ പിശാചുണ്ടെന്ന് അവർ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പം ബൈബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ അതേ പ്രാധാന്യത്തെ തന്നെ ദൈവത്തിനെക്കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അതിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന് നമുക്ക് നന്മയിലേക്ക് പോകുന്ന വഴിക്ക് വേണ്ടിയാണല്ലോ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പം എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും 2 വശങ്ങളുണ്ട്. അപ്പം അതിലെ ഏത് വശം എടുക്കേണ്ടതെന്നും നമ്മുടെ പെർസ്പെക്റ്റീവാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പം നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നെഗറ്റീവും പോസിറ്റീവും നമ്മളുടെ കാഴ്ചപ്പാടാണ്. ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി താങ്കളെ വിളിക്കുന്നവരോട് ഏത് രീതിയിലായിരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും മാക്സിമം. അവരിങ്ങനത്തെ മന്ത്രവാദ കേസും എന്നോട് ഒരു പാസ്റ്റർ വിളിച്ചു. അയാളുടെ ഈ വിശ്വാസികളൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ പുള്ളി ഹിപ്നോസിസ് പഠിക്കണം. എന്നിട്ട് ക്രൈസ്റ്റ് നേരെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് പുള്ളിയെ നോക്കുമ്പോൾ ക്രൈസ്റ്റിനെ പോലെ കാണണം. ഇപ്പോൾ ഹിപ്നോട്ടിസ്റ്റിൽ പല ആൾക്കാരും അങ്ങനെ മരിച്ച ആൾക്കാരെ കാണിക്കുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ വിനീത് ശ്രീനിവാസിനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധനം കാണിച്ചത് ഒരു വൈറലായിരുന്നു. അപ്പോൾ അതുപോലെ ആക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് എത്ര ലക്ഷം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിൽ നിന്നല്ല, UK എന്നാണ് വിളിച്ചേക്കുന്നത്. UK തലതൊട്ടപ്പന്മാർ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് കേരളത്തിൽ, മലയാളിയാണ് കേട്ടോ, അപ്പോൾ ഇവിടെ വന്ന് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ പരിപാടിയല്ല. സോ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നു. പഠിക്കാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവനിത് പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രം, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ആഗ്രഹമുണ്ട് എങ്കിൽ ഞാനിത് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എത്തിക്കൽ അല്ലാത്തതുകൊണ്ട് ഞാനത് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വിട്ടു. നിബിൻ നിരവത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മനസ്സിൽ തട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം സ്വാധീനിച്ച എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? 2017 ഞാൻ കാനഡയിൽ ടൊറൻറ്റോയിലൊരു ഷോ ചെയ്യാനായിട്ട്, ഞാൻ ആക്ട്രസ് ലെന, ആൻ്റണി വർഗീസ് പെപ്പെ, ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഷോയ്ക്ക് പോവാണ്. അപ്പം അവിടെ ചെന്നിട്ട് ഇതൊരു മലയാളി തമിഴ് കൾച്ചറുള്ള ആൾക്കാർ, കുറേ നോർത്ത് ഇന്ത്യൻസും എല്ലാം ഉള്ള ഒരു ഷോയാണത്. ഒരു അവാർഡ് നൈറ്റാണ്. അപ്പോൾ അതിൽ മെയിൻ ഷോ എൻ്റെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഷോ ചെയ്യുമ്പം സ്റ്റേജിൽ ഒരു കുഞ്ഞു പെട്ടിയുണ്ട്. അപ്പോൾ പെട്ടിക്കകത്ത് ഒരു ഇൻഫർമേഷൻ കിടപ്പുണ്ട്, അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ ഓഡിയൻസിന് കുറേ പേപ്പർ ബോളുകൾ ഇങ്ങനെ ത്രോ ചെയ്യും, റാൻഡമായിട്ട് ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ ത്രോ ചെയ്യും. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടിക്കാണത് ബോൾ കിട്ടുന്നത്. ആ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയ ഏതെങ്കിലും ഒരാളെ ഓർക്കാനുണ്ടെങ്കിൽ ഓർക്കാമോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുക. കാരണം എനിക്ക് ഏറ്റവും ഞാനാക്കിയത്, അമ്മ ക്യാൻസർ രോഗിയായിട്ടാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊരാളുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ പറയുമ്പോൾ അവർ ഗുണാൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ടാണ്, നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പം ആളാണെന്നോ. അപ്പം ഞാൻ അവരുടെ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. വന്നതിന് ശേഷം അവരെ കുറിച്ചിട്ട് എന്തായാലും സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു മരിച്ചു പോയതായിരുന്നു, ബാക്ക് ആക്സിഡൻറ്റ് മരിച്ചു പോയ ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെയെല്ലാം പറഞ്ഞു. പക്ഷേ സ്റ്റേജ് വെച്ചിട്ട് ഇമോഷണലി ചെറുതായിട്ടൊക്കെ കരയൊക്കെ ചെയ്തു. അപ്പം ഇവിടെ ഇരിക്കുന്ന പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതിനകത്ത് ലിവിങ് മെമ്മറി ഓഫ് ഗുണാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഡിയൻസ് ഭയങ്കര ക്ലാപ്പ്, ഭയങ്കര ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിക്കുക. ഈ പെൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനത്തെ ഒരു മൂമെൻ്റ് ഉണ്ടാക്കിയതല്ലേ. അപ്പം എന്നെ ഹഗ്ഗൊക്കെ ചെയ്തിട്ട് അവർ പോയി. കുറേ ഷോസ് പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഷോയുടെ ക്ലൈമാക്സ് കഴിഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേജിൻ്റെ ബാക്കിലിരുന്ന് കോഫി കുടിക്കും. നമ്മുടെ സ്പോൺസർ അജീഷ് ചേട്ടനാണ്. പുള്ളി ഓടി കയറി സ്റ്റേജിലോട്ട് വന്നു. ഇവനെ വലിയ പ്രശ്നമായി. എന്താണ്?
അത് പിന്നെ ഈ ഇപ്പം സ്റ്റേജ് വന്ന ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡും ഈ പെൺകുട്ടിയും തമ്മിൽ അടിയായി. എന്നിട്ട് ഇപ്പോൾ കനേഡിയൻ പോലീസ് വന്ന് 2 പേരെ 2 വണ്ടിയിൽ കയറ്റി ഇപ്പോൾ കൗൺസിലിങ്ങിന് കയറ്റിയിരിക്കുകയാണ്. ഇത്രയും കാര്യം ഇതിനിടെ നടന്നെന്ന് പറയും. കാരണം അവിടെ പോലീസിനൊക്കെ ഇങ്ങനെ വിളിച്ചാൽ വിത്തിൻ മിനിറ്റ്സിൽ അവിടെ പോലീസ് എത്തും. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്ന ഹസ്ബൻഡ് കൂടെയുണ്ട്. അപ്പോൾ ഈ 2 വർഷം ഇവർ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായുള്ളൂ. അതിന് 2 വർഷം മുമ്പ് ഇവർ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു പയ്യൻ ബൈക്ക് ആക്സിഡൻറ്റ് മരിച്ചതിന് ശേഷം 2 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് പിന്നീട് ഒരു വിവാഹത്തിലേക്ക് ഇവള് വന്നതാണ്. അതാണ് ഈ പയ്യൻ. പക്ഷേ ഈ കാര്യം അറിയില്ലായിരുന്നു ഈ പയ്യന്. അപ്പം ഇത് അവരുടെ ഒരു പേഴ്സണൽ കാര്യമല്ലേ, എല്ലാവർക്കും ഉണ്ടാവില്ല അവരുടേതായ പേഴ്സണൽ ലൈഫും കാര്യങ്ങളും. അവനൊരു ആക്സിഡൻറ്റ് മരിച്ചുപോയി. അയാളെക്കുറിച്ചിട്ട് ഇവളുടെ മനസ്സിനകത്തുണ്ട്. പെട്ടെന്നൊരു ഒരു ഒരു റാൻഡം ചോയ്സിൽ ഒരാളങ്ങനെ ആളെ ചിന്തിക്കുക, പറയുക എന്ന് പറയുന്നത് ആരായാലും ചിലപ്പോൾ അത്ര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളായിരിക്കും. ഒന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, ഷോ ഭയങ്കര സക്സസ് ആണ്. 2, ഇവർ തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം, ഇവർ ഡിവോഴ്സിലെത്തി. അതിൽ 1ഉം 2ഉം പറഞ്ഞ് തർക്കമായി. എന്നോട് ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതാണ്. വിവാഹത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വിവാഹത്തിന് ശേഷം അവരെങ്ങനെയാണെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. അപ്പം പയ്യൻ്റെ പക്വതയില്ലായ്മയും അവളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഇടപെടലും യഥാർത്ഥത്തിൽ ഷോയെ ഭംഗിയാക്കി. പക്ഷേ ഷോ കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തെ ഇതിലേക്ക് എത്തി. അപ്പം സ്പോൺസർ പറയുകയാണ്, വിസയും ടിക്കറ്റും ഒക്കെ എടുത്ത് ഒരുത്തൻ ഇവിടെ വന്ന് ഒരുത്തൻ്റെ കുടുംബം കളഞ്ഞിട്ട് പോയില്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നൊരു തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം. അതെന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യിച്ച, വിഷമിപ്പിച്ച, അത് എൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് സംഭവിച്ചതാണത്. എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ അതാണല്ലോ എങ്ങനെ എന്നതാണല്ലോ ഇതിൻ്റെ ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ ആ ഷോയുടെ വിജയം എന്ന് പറയുന്നത്. അതിനൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം അവരും അറിയുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും അറിയുന്നില്ല. അത് എന്നിൽ മാത്രം അവശേഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ പല പല ടൈപ്പിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെൻ്റലിസം എന്നൊരു ഫീൽഡിൽ വന്നിട്ടുള്ള വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇത് ഒരു വരുമാന മാർഗമായിട്ട് കണ്ട് അതുകൊണ്ട് ജീവിക്കുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. താങ്കൾ അങ്ങനെ അത്ര ഒരു കാറ്റഗറിയിലുള്ള ആൾ എങ്ങനെയാണ് അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കിയതും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് സ്കൂളിൽ പിള്ളേരെ വിടുമ്പോൾ മാതാപിതാക്കൾ കാണുന്ന ഡോക്ടറാകാനും എൻജിനീയർ ആകാനും അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആകാനും ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ആകും, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ താഴേക്കൊന്നും പോവില്ല. ഓട്ടോറിക്ഷക്കാരനാവണമെന്നോ ഒരു ബിസിനസ് മുതലാളി ആവണമെന്നോ അല്ലെങ്കിൽ വലിയ ഒരു മീൻ കടയുടെ വലിയൊരു ഹോൾസെയിൽ ഡീലർ ആകണമെന്നൊന്നും മനസ്സിൽ കണ്ടിട്ടല്ല വിദ്യാർത്ഥികളാക്കാൻ മാതാപിതാക്കൾ സ്കൂളിലോട്ട് വിടുന്നത്. ഒരു കാലഘട്ടമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സമയം ഒരു കാലത്ത് ഈ ഖാദികന്മാരും ജുബ്ബായിട്ട് കള്ളും കുടിച്ച് വൈകുന്നേരം രാത്രി 12 മണിക്ക് 1 മണിക്ക് അമ്പലപ്പറമ്പിലെയും ഉത്സവപ്പറമ്പിലെയും ഷോ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്ന കലാകാരന്മാരോട് ഒരു പുച്ഛം ഉണ്ടായിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. ഈ ഒരു കാലത്ത് കാലം മാറുന്നതിനനുസരിച്ചിട്ട് കലകളിലും മാറ്റങ്ങൾ വരുന്നു, കലകൾ വരുന്ന ഇടങ്ങൾ മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണല്ലോ ഈ കലാകാരന്മാർക്ക് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ടെലിവിഷൻ ഷോകളിൽ ഫെയിമുകൾ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇതൊരു സംഭവമാണ്. ആ ഫെയിം ഉപയോഗിച്ചിട്ട് പലയിടങ്ങളിലും പോയി കഴിഞ്ഞാൽ വലിയ ചാർജസിൽ ഷോസൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോട്ടൊക്കെ ആൾക്കാർക്കായി തുടങ്ങി. പിന്നീട് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിനോദിപ്പിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 82% വരുന്ന ആളുകളും ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അൺഹാപ്പി ആണെന്നാണ്. കാരണം അവരുടെ പാഷനല്ല അവർ പ്രൊഫഷനാക്കിയിരിക്കുന്നത്. അവർക്ക് കിട്ടിയത് ഇതായതുകൊണ്ട് അവരതിനകത്ത് സർവൈവ് ചെയ്യുന്നു. പക്ഷേ ഉള്ളിലെ സ്വപ്നങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരാണ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പാഷനെ പ്രൊഫഷനാക്കിയതാണ്. എനിക്ക് എൻ്റെ ഈ കലയോട് അമിതമായ ഒരു അഭിനിവേശമുണ്ട്, അല്ലെങ്കിൽ അമിതമായ ഒരു താല്പര്യമുണ്ട്. ഇത് എൻ്റെ പ്രൊഫഷൻ ആക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയും ഇത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഞാൻ കണ്ടെത്തുകയും അവിടെ എൻ്റെ ഷോകൾ സെല്ല് ചെയ്യുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന വീട് ഇത് ഞാൻ വെച്ച വീടാണ്. വേറെ ആരുടെ ഹെൽപ്പില്ല, എൻ്റെ ഫാമിലിയുടെ ഹെൽപ്പില്ല, ആരുടെ ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നത്. അങ്ങനെ അത് വലിയ കാര്യമൊന്നുമില്ല. അവിടെ വീട് വെച്ചെന്ന് പറയുന്നത് ഭയങ്കര സംഭവമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചാലും ജീവിതത്തിൽ ഒരിക്കലേ വീടൊക്കെ വെക്കുള്ളൂ. ഇത് ഷോ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഞാൻ ഈ ഷോയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. എല്ലാം വളരെ എത്തിക്കലായിട്ട് കോർപ്പറേറ്റ് കമ്പനികൾ, ഞാനിപ്പോൾ ഒരു 19 രാജ്യങ്ങളിൽ എൻ്റെ ഷോസ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു 100 രാജ്യങ്ങളിൽ അവതരിപ്പിക്കണം, അതിനുശേഷം കണ്ണടയണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ നടക്കുമായിരിക്കും. വളരെയധികം സന്തോഷം. ഞങ്ങൾ ഉറപ്പായിട്ടും ഷോ കാണാൻ വരും. അടുത്ത് നടക്കാൻ പോകുന്ന ഷോ കാണാൻ വരും. ഞങ്ങൾക്ക് വലിയൊരു സ്റ്റേജിൻ്റെ മുമ്പിൽ സാർ പ്രസൻറ്റ് ചെയ്യുന്നതും അതുപോലെ ആളുകളെ എങ്ങനെയാണ് കയ്യിലെടുക്കുന്നതെന്നൊക്കെ കാണാൻ ലൈവായിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് അഭിനന്ദനങ്ങൾ. സന്തോഷം എൻ്റെ വീട്ടിലേക്ക് വന്നതിൽ. താങ്ക് യു സോ മച്ച്.